മജ്ജിമ നികായ 52 അട്ടക നാഗര സൂത്ത്. പട്ടണത്തിലെ ഒരു ധനവാനായിട്ടുള്ള വ്യക്തി ആയുഷ്മാൻ ആനന്ദൻ്റെ അടുത്ത് വന്ന് മുക്തിക്കുള്ള ഒരു മാർഗം ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് പറയാമോ എന്ന് ആയുഷ്മാൻ ആനന്ദനോട് ചോദിക്കുന്നു. ആനന്ദൻ ബുദ്ധഭഗവാന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. ഭഗവാന് പരിനിർവാണം ഉണ്ടാകുന്നതുവരെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് ഉപദേശങ്ങളെല്ലാം കേട്ട് ആനന്ദൻ ഹൃദയസ്ഥമാക്കി വച്ചിരിക്കുകയാണ്. ആ ആനന്ദനോടാണ് ധനവാനായിട്ടുള്ള ആ നഗരത്തിൽ നിന്നുള്ള വ്യക്തി മുക്തിക്കുള്ള ഒരു മാർഗം എനിക്ക് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചത്. കാരണം അത്തരം ആൾക്കാർക്ക് ഒട്ടും തന്നെ സമയമില്ല. അതിനാൽ ഏതെങ്കിലും ഒരു മാർഗം എനിക്ക് കാണിച്ചു തരൂ, ഞാൻ അതിലൂടെ മുക്തനാകാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ആനന്ദൻ 11 മുക്തിക്കുള്ള മാർഗങ്ങൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. തീർച്ചയായിട്ടും എന്താണ് മുക്തിക്കുള്ള മാർഗം ഭഗവാൻ പറഞ്ഞത് എന്നത് ഈ സൂത്രത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. അതുതന്നെയാണ് ആനന്ദൻ ഇവിടെ ആവർത്തിക്കുന്നതും. 4 രൂപധ്യാനങ്ങൾ, 4 ബ്രഹ്മവിഹാരങ്ങൾ, 3 അരൂപ ധ്യാനങ്ങൾ. ഇതിലൂടെ നമ്മൾക്ക് അനാഗാമിയാകാം, അർഹന്തനാകാം. ഇതാണ് ഈ സൂത്രത്തിൻ്റെ ഉള്ളടക്കം. ഞാനിങ്ങനെ കേട്ടു, ഒരിക്കൽ ആയുഷ്മാൻ ആനന്ദൻ വൈശാലിയിലുള്ള ബേലുവ എന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് വളരെ ധനവാനായിട്ടുള്ള ഒരു ഗൃഹസ്ഥൻ ദശമ എന്ന വ്യക്തി, അദ്ദേഹം പാടലിപുത്രത്ത് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതായിരുന്നു. അതിനുശേഷം ആ ഗൃഹസ്ഥൻ കുക്കടാരാമോ എന്ന ഒരു ആശ്രമം ഉണ്ടായിരുന്നു, അവിടെ പോയി. എന്നിട്ട് ഒരു ഭിക്ഷുവിനെ കണ്ടു, വന്ദിച്ചു, എന്നിട്ട് ഒരു ഭാഗത്തിരുന്നു. അതിനുശേഷം ആ ഭിക്ഷുവിനോട് ആ ഗൃഹസ്ഥൻ ഇങ്ങനെ പറഞ്ഞു, ബന്ദേ, ആയുഷ്മാൻ ആനന്ദൻ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? എനിക്ക് അദ്ദേഹത്തെ കാണേണ്ടതുണ്ട്. അപ്പോൾ ആ ഭിക്ഷു ആ ഗൃഹസ്ഥനോട് പറഞ്ഞു, ഗൃഹസ്ഥ, ആയുഷ്മാൻ ആനന്ദൻ ഇപ്പോൾ വൈശാലിയിലാണ് താമസിക്കുന്നത്. ബേലുവ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ ആ ധനാഢ്യനായിട്ടുള്ള ഗൃഹസ്ഥൻ ദശമൻ എന്ന വ്യക്തി പാടലിപുത്രത്ത് തൻ്റെ ആവശ്യങ്ങൾ എല്ലാം നിറവേറ്റി. അതിനുശേഷം വൈശാലിയിലുള്ള ബേലുവ എന്ന ഗ്രാമത്തിൽ പോയി. ആ ഗൃഹസ്ഥൻ ആയുഷ്മാൻ ആനന്ദനെ കണ്ടു, നമസ്കരിച്ചു, എന്നിട്ട് ഒരു ഭാഗത്തിരുന്നു. എന്നിട്ട് ആയുഷ്മാൻ ആനന്ദനോട് ഇങ്ങനെ പറഞ്ഞു, ബന്ദേ ആനന്ദ, അർഹന്തനും സമ്മാസംബുദ്ധനുമായിട്ടുള്ള ഭഗവാൻ, അദ്ദേഹം എല്ലാ കാര്യങ്ങളെയും കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഏതെങ്കിലും ഒരു ധർമ്മം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആ ധർമ്മത്തെ അഭ്യസിച്ച് ഒരു ഭിക്ഷുവിന് തൻ്റെ ചിത്തത്തെ വിമുക്തമാക്കാൻ സാധിക്കുമോ? ആസവങ്ങളെ ക്ഷയിപ്പിക്കുവാൻ സാധിക്കുമോ? അനുത്തരമായിട്ടുള്ള യോഗക്ഷേമമായിട്ടുള്ള നിർവ്വാണം പ്രാപിക്കാൻ സാധിക്കുമോ? അങ്ങനെ ഏതെങ്കിലും ഒരു ധർമ്മം ഭഗവാൻ പറഞ്ഞിട്ടുണ്ടോ? ആ ഗൃഹസ്ഥൻ വളരെ ധനമുള്ള വ്യക്തിയാണ്, അതിനാൽ തിരക്കുള്ള വ്യക്തിയാണ്. അതിനാൽ അദ്ദേഹം ധർമ്മത്തെ ചുരുക്കി കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും ഒരു ധർമ്മം ഭഗവാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതിലൂടെ നമ്മൾക്ക് മുക്തി ലഭിക്കും, അർഹന്തനാകും, അങ്ങനെയുള്ളൊരു ധർമ്മം പറയാമോ? അപ്പോൾ ആയുഷ്മാൻ ആനന്ദൻ ഇങ്ങനെ പറഞ്ഞു, തീർച്ചയായും അങ്ങനെയുള്ള ധർമ്മമുണ്ട് ഗൃഹസ്ഥ. അത്തരം ഒരു ധർമ്മം ഭഗവാനായിട്ടുള്ള അർഹന്തനായിട്ടുള്ള സമ്മാസംബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എല്ലാം അറിഞ്ഞിട്ടുണ്ട്, എല്ലാം കണ്ടിട്ടുണ്ട്. ആ ധർമ്മത്തെ അനുസരിച്ച് ഒരു ഭിക്ഷു പ്രമാദമില്ലാതെ നിഷ്ഠയോടെ ദൃഢനിശ്ചയത്തോടെ അഭ്യസിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് വിമുക്തമാകും. അവൻ്റെ ആസവങ്ങൾ പരിപൂർണമായിട്ട് ഇല്ലാതാകും. ആസവം എന്ന് പറയുമ്പോൾ മനസ്സിലെ കളങ്കങ്ങൾ, അത് പരിപൂർണമായിട്ട് ഇല്ലാതാകും. അനുത്തരം യോഗക്ഷേമം ആ വ്യക്തിക്ക് ലഭിക്കും. അനുത്തരം യോഗക്ഷേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള യോഗക്ഷേമം അതെന്താണ്? അതുതന്നെയാണ് നിർവ്വാണം. ഒരു സൂത്രത്തിൽ ഭഗവാൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു വ്യക്തിയെ 3 ലോകത്തിൻ്റെയും അധിപതി ആക്കി, അല്ലെങ്കിൽ 3 ലോകത്തിൻ്റെയും ചക്രവർത്തിയാക്കി. ആ വ്യക്തി എന്താഗ്രഹിക്കുന്നു അത് തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ലഭിക്കും. അല്ലെങ്കിൽ ഒരു വ്യക്തി സ്വർഗത്തിൽ പോയി. ഈ കാര്യങ്ങളെല്ലാം വളരെ നല്ല കാര്യങ്ങളാണ്. കാരണം നമ്മൾക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഈ രീതിയിൽ അനുഭവിക്കാൻ സാധിക്കും, തൃപ്തി അടയാൻ സാധിക്കും. എന്നാൽ ഭഗവാൻ പറയുന്നു, ഒരു വ്യക്തിയെ 3 ലോകത്തിൻ്റെ ചക്രവർത്തിയാക്കുന്നതിനേക്കാളും സ്വർഗത്തിൽ പോകുന്നതിനേക്കാളും ഏറ്റവും ഉത്തമമാണ് ശ്രോതാപത്തി, അതായത് മുക്തിയുടെ ആദ്യത്തെ അവസ്ഥ നേടുന്നത് ഇതിനേക്കാളും എത്രയോ മടങ്ങ് ഉത്തമമാണ് എന്നാണ് പറയുന്നത്. അതായത് ഏത് നേടിക്കഴിഞ്ഞാൽ അതിനപ്പുറത്ത് മറ്റൊരു നേട്ടമില്ലയോ, ഏത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്ത് മറ്റൊന്നും ലഭിക്കാനില്ലയോ,
അതാണ് മുക്തി, മോക്ഷം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം എന്നെല്ലാം പറയുന്നത്. അതിന് തന്നെയാണ് ഇവിടെ നിബ്ബാണം എന്ന് പറയുന്നത്. ആയുഷ്മാൻ ആനന്ദൻ വീണ്ടും പറയുന്നു, എന്താണ് ആ ഒരു ധർമ്മം തഥാഗതനായിട്ടുള്ള അർഹന്തനായിട്ടുള്ള ഭഗവാൻ പറഞ്ഞത്? അദ്ദേഹം എല്ലാം അറിഞ്ഞവനാണ്, എല്ലാം കണ്ടവനാണ്. ആ ഒരു ധർമ്മത്തെ ഒരു ഭിക്ഷു വളരെ നിഷ്ഠയോടുകൂടി നല്ലപോലെ യത്നിച്ചുകൊണ്ട് ദൃഢനിശ്ചയത്തോടുകൂടി അഭ്യസിക്കുകയാണെങ്കിൽ അവൻ്റെ ചിത്തം വിമുക്തമാകും, ആസവങ്ങൾ ക്ഷയിക്കും. എന്നിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള യോഗക്ഷേമം അവന് ലഭിക്കും, അല്ലെങ്കിൽ നിബ്ബാണം അവന് ലഭിക്കും. ഇത ഗഹപതി ഭിക്ഷു വിവിച്ചേവ കാമീഹി വിവിച്ച അകുശലേഹി ധമ്മേഹി സവിതക്കം സവിചാരം വിവേകജം പീതിസുഖം പടമം ജാനം ഉപസമ്പജ്ജ വിഹരതി. ഗൃഹസ്ഥ, ഒരു ഭിക്ഷു ഇന്ദ്രിയസുഖങ്ങൾക്ക് അപ്പുറത്തുള്ള വിവിച്ച അകുശലേഹി ധമ്മേഹി അകുശല ധർമ്മങ്ങൾക്ക് അപ്പുറത്തുള്ള സവിചാരം സവിതക്കം വിവേകജം പീതിസുഖം പഠമം ജാനം ഉപസമ്പജ്ജ വിഹരതി. ആദ്യത്തെ ജ്ഞാനം ആ വ്യക്തി നേടുന്നു. അവിടെ വിതർക്കമുണ്ട്, വിചാരമുണ്ട്, പ്രീതിയുണ്ട്, സുഖമുണ്ട്, ചിത്തത്തിൻ്റെ ഏകാഗ്രതയുണ്ട്. ഇത് ധ്യാനാംഗങ്ങളാണ്. വിതർക്കം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഏതൊരു വസ്തുവിനെ നമ്മൾ ധ്യാനിക്കുന്നുവോ അതാണ് വിതർക്കം. വിചാരം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് അതിൽ തന്നെ വിചരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രീതി എന്ന് പറയുന്നത് മനസ്സിൻ്റെ സന്തോഷം, സുഖം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ സന്തോഷം, ഏകാഗ്രത എന്ന് പറയുന്നത് ചിത്തത്തിൻ്റെ ഏകാഗ്രത. അപ്പോൾ ഇത് അഞ്ചും കൂടി ഉണ്ടെങ്കിൽ ആദ്യത്തെ ധ്യാനം ആയി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ധ്യാനത്തിലൂടെ മുക്തി ലഭിക്കില്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. അവർക്കുള്ള മറുപടിയാണ് ആയുഷ്മാൻ ആനന്ദൻ ഈ സൂത്രത്തിലൂടെ നൽകുന്നത്. കാരണം ഭഗവാൻ മുക്തിക്ക് വേണ്ടി എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഈ ധ്യാനമാണ് പറഞ്ഞിട്ടുള്ളത്, മൈത്രിയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഒരുപാട് സൂത്രങ്ങളിൽ ഈ ധ്യാനങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. സോ ഇതി പടിസഞ്ചിഖതി. അതിനുശേഷം ആ ഭിക്ഷു ഇങ്ങനെ അതിനെ വിശ്ലേഷണം ചെയ്യുന്നു, അപഗ്രഥിക്കുന്നു, അല്ലെങ്കിൽ ആലോചിച്ച് മനസ്സിലാക്കുന്നു. ഇതംപികോ പടമം ജാനം അഭിസംഘതം അഭിസഞ്ചേതയിതം. ഈ ആദ്യത്തെ ധ്യാനം എന്ന് പറയുന്നത് അഭിസംഘതം, ഉണ്ടാക്കിയെടുത്തതാണ്. അഭിസഞ്ചേതീതം, അതിനുവേണ്ടി വിചാരിച്ചതാണ്, അതിനുവേണ്ടി ആഗ്രഹിച്ചത് നേടിയെടുത്തതാണ്. അതായത് ഇത് ചില കാരണങ്ങളാൽ ഉണ്ടായതാണ് എന്നാണ് പറയുന്നത്. അതുകൂടാതെ ഇവിടെ അത് നേടിയെടുക്കാനുള്ള ആഗ്രഹവും അവിടെയുണ്ട്. അപ്പോൾ അവർ പ്രജ്ഞാപൂർവം ഇങ്ങനെ മനസ്സിലാക്കുന്നു, യം കോ പനകിഞ്ചി അഭിസംഘതം അഭിസഞ്ചേതയിതം തദനിച്ഛം നിരോധധമ്മന്തി പജാനാതി. ഏതൊരു കാര്യങ്ങൾ നിർമ്മിതമാണോ, ഏതൊരു കാര്യങ്ങൾ ആഗ്രഹത്തിലൂടെ നമ്മൾ നേടിയെടുത്തതാണോ ആ ധർമ്മങ്ങൾ അനിത്യമാണ്, നിരോധധർമ്മമാണ്, അതായത് അത് ഇല്ലാതായി പോകുന്നതാണ്. ഈ രീതിയിൽ പ്രജ്ഞാപൂർവം അറിയുന്നു. അതായത് ഇവിടെ ആ വ്യക്തിക്ക് പ്രജ്ഞയുണ്ട്, ഇത് അനിത്യമാണ്, ഇല്ലാതാകുന്നതാണ് എന്നുള്ള അജ്ഞാനമുണ്ട്. സോ തത്തഠിതോ ആസവാനം ഖയം പാപുനാദി. ആ ഭിക്ഷു അവിടെ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒന്നാമത്തെ ധ്യാനം അഭ്യസിച്ചുകൊണ്ട് ആസവങ്ങൾ സമാപ്തമാക്കുന്നു. അതായത് അർഹന്തനായിട്ട് തീരുന്നു. ആസവങ്ങൾ എന്ന് പറയുമ്പോൾ കളങ്കങ്ങൾ എന്നാണ് അർത്ഥം. അർഹന്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്തിയുടെ 4ാമത്തെ അവസ്ഥയാണ്. പിന്നീട് ആ വ്യക്തിക്ക് ഒരിക്കലും പുനർജന്മമില്ല. അതിനു മുൻപ് 3 അവസ്ഥകളുണ്ട്. ശ്രോതാപന്നൻ, സഗ്ദാഗാമി, അനാഗാമി എന്ന 3 അവസ്ഥകളുണ്ട്. ശ്രോതാപന്നൻ എന്ന അവസ്ഥ നേടിയ വ്യക്തി ഏറ്റവും കൂടുതൽ 7 ജന്മങ്ങൾ മാത്രമേ ജീവിക്കുകയുള്ളൂ. അതിനുശേഷം ആ വ്യക്തി അർഹന്തനാകും. അതുകൂടാതെ ശ്രോതാപന്നനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും അധോലോകത്തിൽ ജന്മമുണ്ടാകില്ല. മനുഷ്യലോകം അല്ലെങ്കിൽ ദേവലോകത്ത് മാത്രമേ ആ വ്യക്തി ജനിക്കുകയുള്ളൂ. അടുത്തത് സഗതാഗാമി. സഗതാഗാമി എന്ന് പറയുന്ന ആ അവസ്ഥ നേടിയ ഭിക്ഷു വീണ്ടും മനുഷ്യലോകത്തിൽ അല്ലെങ്കിൽ ദേവലോകത്തിൽ ഒരു പ്രാവശ്യം വരും. അതിനുശേഷം അവിടെ നിന്ന് അവർ അർഹന്തരാകും. അനാഗാമിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ ബ്രഹ്മലോകത്ത് പോയിട്ടായിരിക്കും ആ വ്യക്തി ജനിക്കുക. അവിടെ നിന്ന് വേറൊരു സ്ഥലത്ത് ആ വ്യക്തി പുനർജനിക്കില്ല. അവിടെ ഉപപാദികോ, അതായത് മരിച്ചതിന് ശേഷം നേരെ അവിടെ പോയിട്ട് പ്രകടമാകുകയാണ് ചെയ്യുന്നത്. ആ ബ്രഹ്മലോകത്ത് ഇരുന്ന് തന്നെ ആ വ്യക്തി അർഹന്തനായിട്ട് തീരും. നൊച്ചേ ആസവാനം ഖയം പാപുനാദി. അഥവാ ആ വ്യക്തിക്ക് ആസവക്ഷയം ഉണ്ടാകുന്നില്ല, അതായത് പരിപൂർണനായിട്ട് ആ വ്യക്തി അർഹന്തനാകുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? തേനേവ ധമ്മരാഗേന
തയാ ധമ്മാനന്ദീയ. ഇത് വളരെ പ്രധാനപ്പെട്ട 2 വാക്കുകളാണ്. തേനേവ ധമ്മരാഗേന തായ ധമ്മനന്ദീയ. അതിൻ്റെ കാരണം എന്താണ്? ആ വ്യക്തി ആ ധർമ്മത്തിൽ രാഗം ഉണ്ടാക്കുന്നു, അതിൽ ആസക്തനാകുന്നു. അതേപോലെ തന്നെ ധമ്മാനന്ദീയ, ആ ധർമ്മത്തിൽ ആനന്ദിതനാകുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? പഞ്ചന്നം ഒരംഭാഗീയാനം സംയോജനം പരിഖായ ഓപപാതികോ ഹോതി തത്ഥ പരിനിഭായി അനാവത്തിധമ്മോ തസ്മാ ലോക. ആ വ്യക്തിയുടെ താഴെയുള്ള 5 ബന്ധനങ്ങൾ അതില്ലാതായിട്ട് ക്ഷീണമായിട്ട് ആ വ്യക്തി ബ്രഹ്മലോകത്ത് നേരെ പോയിട്ട് ജനിക്കുന്നു. അവിടെ നിന്ന് ആ വ്യക്തി അർഹന്തനാകുന്നു. വീണ്ടും ആ വ്യക്തി ഒരു ലോകത്തിലും പുനർജനിക്കുന്നില്ല, അതായത് അനാഗാമിയാകുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ധ്യാനത്തിൽ, 1ാമത്തെ ധ്യാനത്തിൽ 5 ധ്യാനാംഗങ്ങൾ ഉണ്ട്. വിതർക്കം, വിചാരം, പീതി, സുഖം, ഏകാഗ്രത. പീതി എന്ന് പറയുന്ന സമയത്ത് മനസ്സിലെ സന്തോഷം, സുഖം എന്ന് പറയുന്നത് ശരീരത്തിലെ സുഖം. ഇത് വളരെ സുഖകരമായിട്ടുള്ള അവസ്ഥയാണ്. പക്ഷേ ഭഗവാൻ ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, ഈ സുഖത്തെ ന ഭായേദബ്ബ, ഒരിക്കലും ഭയപ്പെടരുത്. കാരണം ഇന്ദ്രിയ സുഖങ്ങളെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. അതായത് 5 ഇന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്ന സുഖത്തെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. അതിനാൽ ഈ സുഖത്തിൽ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. നമ്മൾ ഈ ധ്യാനത്തിലാണെങ്കിലും തീർച്ചയായിട്ടും നമ്മളുടെ പ്രജ്ഞ അവിടെയുണ്ട്. നമ്മൾ അനിത്യ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ വിഹരിക്കുന്നത്. എന്നാലും ഏതെങ്കിലും കാരണവശാൽ ഒരു വ്യക്തി അതിൽ രാഗമുണ്ടാക്കുകയാണ്, അതിൽ ആസക്തി ഉണ്ടാക്കുകയാണ്, അതിൽ ആനന്ദം നേടുകയാണ് എങ്കിൽ ആ വ്യക്തിക്ക് ബ്രഹ്മലോകത്തിൻ്റെ സംസ്കാരമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ വ്യക്തി അർഹന്തനാകാതെ അനാഗാമിയായിട്ട് ഇരിക്കുന്നത്. അർഹന്തനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രാഗദ്വേഷങ്ങൾ പരിപൂർണമായിട്ട് ഇല്ലാതായി, ഒട്ടും തന്നെ ആസക്തി ഉണ്ടാകില്ല. അപ്പോഴാണ് ഒരു വ്യക്തി അർഹന്തനാകുന്നത്. നമ്മൾ ഇതിനു മുൻപ് മറ്റൊരു സൂത്രം കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ധ്യാനത്തിൽ ഒരിക്കലും രാഗമില്ല. 1, 2, 3, 4 ഈ ധ്യാനങ്ങളിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും ശരീരത്തിൽ സുഖവും അതേപോലെ തന്നെ ചിത്തത്തിൽ ആനന്ദവും എല്ലാം തന്നെ ഉണ്ടാകും. പക്ഷേ അവിടെ രാഗമില്ല എന്ന് നമ്മൾ ഇതിനു മുൻപുള്ള ഒരു സൂത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 4ാമത്തെ ധ്യാനത്തിൽ അവിജ്ഞയില്ല. അവിടെ ന്യൂട്രലായിട്ടുള്ള സെൻസേഷനാണ്, അവിടെ ഒരിക്കലും അവിജ്ഞയില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ സുഖവും ആനന്ദവും ഒരു കുശലധർമ്മമാണ്. അതിനെ നമ്മൾ അനിത്യ സ്വഭാവത്തോടു കൂടി നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അർഹന്തനാകുക തന്നെ ചെയ്യും. അതിൽ യാതൊരുവിധ സംശയവുമില്ല. അതിനെ ഒരിക്കലും ഭയപ്പെടരുത് എന്നാണ് ഇവിടെ വീണ്ടും വീണ്ടും പറയുന്നത്. ഒരു കാരണവശാലും ധ്യാനത്തിലുള്ള സുഖങ്ങളെ ഇത് ഭയാനകമാണ് എന്ന് വിചാരിച്ച് ഒരിക്കലും ഭയക്കരുത്. ഈ ഒരു ധർമ്മത്തെ അർഹന്തനായിട്ടുള്ള ഭഗവാനായിട്ടുള്ള സമ്മാസംബുദ്ധൻ അദ്ദേഹം എല്ലാറ്റിനെയും അറിഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഈ ഒരു ധർമ്മത്തെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ധർമ്മത്തെ ഒരു ഭിക്ഷു വളരെ നിഷ്ഠയോടുകൂടി, തപശ്ചര്യയോടുകൂടിയിട്ട്, ദൃഢനിശ്ചയത്തോടുകൂടി അഭ്യസിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ചിത്തം വിമുക്തമാകും, ആസവങ്ങൾ ക്ഷയിക്കും, അനുത്തരം യോഗക്ഷേമം, അതായത് നിബ്ബാണം ആ വ്യക്തിക്ക് ലഭിക്കും. ഇനി ഇതേ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. അതിനാൽ മുകളിൽ പറഞ്ഞത് ഓർത്തു വയ്ക്കുക. പുനജപരം ഭിക്ഷു വിതക്ക വിചാരാനം വൂപസമം അജത്തം സമ്പസാദനം. ഗൃഹസ്ഥ, വീണ്ടും ആ ഭിക്ഷു 1ാമത്തെ ധ്യാനം കഴിഞ്ഞ് 2ാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. അവിടെ വിതർക്ക വിചാരങ്ങളില്ല, പീതി, സുഖം, ഏകാഗ്രത ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ആ ഭിക്ഷു ഇങ്ങനെ വിചാരിക്കും, ഈ ഒരു അവസ്ഥയും കാരണങ്ങളാൽ ഉണ്ടായിട്ടുള്ളതാണ്, ചിന്തിച്ച് നേടിയിട്ടുള്ളതാണ്. അതിനാൽ ഇത് അനിത്യമാണ്, നഷ്ടമാകുന്നതാണ്. ആ ഭിക്ഷു 2ാമത്തെ ധ്യാനത്തിൽ തുടരുന്നു. അപ്പോൾ ആ വ്യക്തി അർഹന്തനായിട്ട് തീരും. അല്ലെങ്കിൽ ആ ധർമ്മത്തിനോടുള്ള രാഗത്തിനാൽ, ആനന്ദത്തിനാൽ 5 താഴെയുള്ള ബന്ധനങ്ങൾ ഒഴിവായി അനാഗാമിയായിട്ട് തീരും. ഈ ഒരു ധർമ്മവും ഭഗവാൻ മുക്തിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ 3ാമത്തെ ധ്യാനം, 4ാമത്തെ ധ്യാനം അതും ഇതേപോലെ തന്നെ ആവർത്തിക്കുകയാണ്. ആയുഷ്മാൻ ആനന്ദൻ പറയുകയാണ്, 3ാമത്തെ ധ്യാനം, 4ാമത്തെ ധ്യാനം അതും ഇതേപോലെ തന്നെയാണ്. ഈ ഒരു കാര്യവും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഏതെങ്കിലും ഒരു ധ്യാനത്തിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അർഹന്തനാകും. അഥവാ അർഹന്തനാകുന്നില്ല എങ്കിൽ അനാഗാമിയായിട്ട് തീരും. ആ ധർമ്മത്തിനോട് ഉള്ള ആനന്ദത്താൽ, രാഗത്താൽ നിങ്ങൾ അനാഗാമിയായിട്ട് തീരും. അവിടെയും പ്രജ്ഞയുണ്ട്. അതുകൊണ്ടാണ് ആ ഭിക്ഷു അതിന് പരിശോധിച്ച് എങ്ങനെ പറയുന്നത്, ഇത് സംസ്കാരങ്ങളാൽ നിർമ്മിതമാണ്, അഭിസംഘതം, ഇത് നേടാനായിട്ട് നമ്മൾക്ക് ആഗ്രഹമുണ്ട്,
അഭിസഞ്ചേതയിതം. ഇങ്ങനെ വിചാരിക്കുന്നു എങ്കിൽ അവിടെ പ്രജ്ഞയുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ധ്യാനത്തിൽ പ്രജ്ഞയില്ല എന്ന് പറയുന്നതും തെറ്റാണ്. ധ്യാനത്തിൽ തീർച്ചയായിട്ടും പ്രജ്ഞ ഉണ്ട്. ഭഗവാൻ പഠിപ്പിച്ചിട്ടുള്ള ധ്യാനം എന്ന് പറയുന്നത് സമത വിപശന ധ്യാനമാണ്. അതായത് സമതയും വിപശനയും രണ്ടും കൂടി ഒരുമിച്ച് കൂടിയിട്ടുള്ള ധ്യാനമാണ്. ഈ ധ്യാനങ്ങൾ നിങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ധമ്മസുഖ ഏഷ്യ എന്ന വെബ്സൈറ്റിൽ പോവുക. അവിടെ ബന്ദേ വിമലാരംസി ഈ ധ്യാനങ്ങൾ, അതേപോലെ തന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും മൈത്രി അദ്ദേഹം അഭ്യസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 4 ധ്യാനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 രൂപധ്യാനം, അതായത് ആദ്യത്തെ 4 ധ്യാനം അത് ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അതിനെ രൂപധ്യാനം എന്ന് പറയുന്നത്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് 4 ബ്രഹ്മവിഹാരങ്ങളെക്കുറിച്ചിട്ടാണ്. മൈത്രി, മുദിത, കരുണ, ഉപേക്ഷ. മൈത്രി എന്ന് പറയുന്ന സമയത്ത് എല്ലാ പ്രാണികളോടും മിത്രത, ശത്രുതയില്ല, മനസ്സിൽ അവരോടുള്ള നല്ല ഭാവത്താൽ അവർക്ക് നല്ലത് വരട്ടെ എന്ന് പറയുന്ന ആ ഒരു ചിത്തം, അതിനെയാണ് മൈത്രി ചിത്തം എന്ന് പറയുന്നത്. പുനചപരം ഗഹപതി ഭിക്ഷു മെത്താസഹഗതേന ചേതസ ഏകം ദിസം ഫരിത്വ വിഹരതി. ഗൃഹസ്ഥ, ഒരു ഭിക്ഷു മൈത്രിയുള്ള ചിത്തത്താൽ ഒരു ദിശയിൽ മൈത്രി കൊണ്ട് പ്രസാരണം നടത്തി വിഹരിക്കുന്നു. തഥാ ദ്വിതീയം, തഥാ തദീയം, തഥാ ചതുർത്ഥം. അതുപോലെ തന്നെ രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ ദിശകളിലേക്ക് മൈത്രി പ്രസരിപ്പിച്ചുകൊണ്ട് വിഹരിക്കുന്നു. അതായത് വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, ഈ 4 ദിശകൾ, ഈ 4 ദിശകളിലെ എല്ലാ ജീവികൾക്കും സുഖമുണ്ടാകട്ടെ, സന്തോഷമുണ്ടാകട്ടെ എന്ന് ആ തരത്തിലുള്ള വിചാരം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സമയത്താണ് ഈ രീതിയിൽ സംഭവിക്കുന്നത്. അതിനുശേഷം മുകളിലുള്ള ദിശയിലേക്കും താഴെയുള്ള ദിശയിലേക്കും അതേപോലെ തന്നെ എല്ലായിടത്തും ഒരേ സമയത്ത് മൈത്രിയുള്ള ചിത്തത്താൽ മൈത്രിയെ പ്രസരിപ്പിക്കുന്നു. ആ മൈത്രി ചിത്തം മഹഗതമായിട്ടുള്ള ചിത്തമാണ്. പ്രമാണം അതിരുകളില്ലാത്തതാണ്. അതിൽ വൈരമില്ല, ദ്വേഷമില്ല. സോ ഇതി പടിസഞ്ചിഖതി. വീണ്ടും ആ ഭിക്ഷു ഇങ്ങനെ ആലോചിക്കുന്നു, ഇങ്ങനെ അതിനെ വിശകലനം ചെയ്യുന്നു. അയംബികോ മെത്താഛേദോ വിമുക്തി അഭിസംഘത അഭിസഞ്ചേതയിത. ഈ മൈത്രിയാലുള്ള ഛേദോ വിമുക്തി എന്ന് പറയുന്നത് അത് സംസ്കാരങ്ങളാൽ ഉണ്ടായതാണ്, ആഗ്രഹത്താൽ നേടിയെടുത്തതാണ്. ഏതൊന്ന് സംസ്കാരങ്ങളിൽ ഉണ്ടായതാണോ, ആഗ്രഹങ്ങളാൽ നേടിയെടുത്തതാണോ, അത് തീർച്ചയായിട്ടും അനിത്യമാണ്, നിരോധധർമ്മമാണ്, അവസാനിക്കുന്നതാണ്. അതിനാൽ ആ ഭിക്ഷു അവിടെ നിൽക്കുന്നു, അതായത് മൈത്രി മാത്രം അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ വ്യക്തി അർഹന്തനാവുന്നു. അർഹന്തനായിട്ടില്ല എങ്കിൽ ആ ധർമ്മത്തോടുള്ള ആനന്ദം കൊണ്ട്, അതിനോടുള്ള രാഗം കൊണ്ട് ആ ഭിക്ഷു അനാഗാമിയായിട്ട് തീരുന്നു. ഈ ഒരു ധർമ്മവും ഭഗവാൻ മുക്തിക്ക് വേണ്ടി, മോക്ഷത്തിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ, അത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇതേപോലെ തന്നെ ഗൃഹസ്ഥ, ഒരു ഭിക്ഷു കരുണാസഹഗതേന ചേതസ, ചിത്തത്തിൽ കരുണ, ബാക്കിയുള്ള ജീവികളോട് കരുണ ആക്കിക്കൊണ്ട് 4 ദിശയിലും അതേപോലെ തന്നെ മുകളിലും താഴെയും എല്ലാ ദിശകളിലേക്കും ഒരുമിച്ച് കരുണാസഹതമായിട്ടുള്ള ചിത്തത്താൽ വിഹരിക്കുന്നു. അതുമൂലവും ആ വ്യക്തി അർഹന്തനാകാം, അല്ലെങ്കിൽ അതിനോട് രാഗമുണ്ടായിക്കഴിഞ്ഞാൽ, ആനന്ദിച്ചു കഴിഞ്ഞാൽ അനാഗാമിയായിട്ട് തീരും. അതേപോലെ തന്നെ മുദിത സഹഗതേന ചേതസ, മനസ്സിൽ മുദിത, ബാക്കിയുള്ളവരുടെ സന്തോഷത്തിൽ നമ്മൾ സന്തോഷിക്കുന്നു, അതിനെയാണ് മുദിത എന്ന് പറയുന്നത്, അതിനാൽ വിഹരിക്കുന്നു. അടുത്തതായിട്ട് ഉപേക്ഷ സഹഗതേന ചേതസ, 4ാമത്തെ ബ്രഹ്മവിഹാരമായിട്ടുള്ള ഉപേക്ഷ അല്ലെങ്കിൽ സമത. ആ സമതാ ചിത്തം കൊണ്ട് 4 ദിശയിലും മുകളിലും താഴെയും പിന്നീട് എല്ലായിടത്തും അതിനെ പ്രസരിപ്പിക്കുന്നു, ഉപേക്ഷയെ പ്രസരിപ്പിക്കുന്നു. അതിനുശേഷം ആ ഭിക്ഷു വിചാരിക്കുന്നു, ഇത് സംസ്കാരങ്ങളാൽ പൂർണ്ണമാണ്, ഇത് നേടിയെടുക്കാൻ ആഗ്രഹിച്ചതാണ്, അതിനാൽ ഇത് അനിത്യമാണ്, നിരോധധർമ്മമാണ്. എന്നാലും അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ആ ഭിക്ഷു അർഹന്തനാവും, അല്ലെങ്കിൽ അനാഗാമിയാവും. ആ ധർമ്മത്തോടുള്ള രാഗം കൊണ്ട്, ആനന്ദം കൊണ്ട് ആ ഭിക്ഷു അനാഗാമിയാവും. അപ്പോൾ ഇതുവരെ നമ്മൾ 4 ധ്യാനങ്ങളിലൂടെ, 4 ബ്രഹ്മവിഹാരങ്ങളിലൂടെ അർഹന്തനാകാം അല്ലെങ്കിൽ അനാഗാമിയാകാം എന്ന് കണ്ടു. അതായത് ഇതിലെ ഓരോ ധർമ്മത്തിലൂടെയും നമ്മൾക്ക് അർഹന്തനോ അനാഗാമിയായിട്ടോ ആവാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് 3 അരൂപധ്യാനങ്ങളെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അതായത് ഈ ബാക്കിയുള്ള ധ്യാനങ്ങൾ എന്ന് പറയുന്നത് അരൂപധ്യാനങ്ങൾ. അതായത് അവിടെ രൂപമില്ല, മനസ്സ് മാത്രമേ ഉള്ളൂ. മനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. പുനചപരം ഗഹപതി ഭിക്ഷു സബ്ബസോ രൂപസഞ്ജാനം സമതിഖമ പടികാസഞ്ജാനം അത്തംഗമ
ജ്ഞാനത്തസഞ്ജാനം അമനസീകാര അനന്തോ ആകാശോ ഇതി ആകാശഞ്ചായതനം ഉപസമ്പജ്യ വിഹരതി. അതിനുശേഷം ആ ഭിക്ഷു അനന്ത ആകാശം എന്ന ആകാശഞ്ചായതന ധ്യാനത്തിൽ എത്തി വിഹരിക്കുന്നു, അതായത് 5ാമത്തെ ധ്യാനം. അപ്പോൾ ആ ഭിക്ഷു ഇങ്ങനെ വിശകലനം ചെയ്യുന്നു: ഇതും സംസ്കാരങ്ങളാൽ നിർമ്മിതമാണ്, ഇതും ആഗ്രഹിത്താൽ നേടിയെടുത്തതാണ്. ഏതൊന്ന് ഈ രീതിയിൽ നേടിയെടുത്തോ അത് അനിത്യമാണ്, നിരോധമാകുന്നതാണ്, ഇല്ലാതാകുന്നതാണ്. അവിടെ നിന്ന് ആ ഭിക്ഷു അർഹന്തനാകുന്നു. അല്ലെങ്കിൽ ആ ധർമ്മത്തോടുള്ള രാഗത്താൽ, ആനന്ദത്താൽ ആ വ്യക്തി അനാഗാമിയായിട്ട് തീരുന്നു. ഈ ഒരു ധർമ്മവും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് ആ ഭിക്ഷു സബ്ബസോ ആകാശഞ്ചായതനം സമതിക്കമ അനന്തം വിജ്ഞാനന്തി വിജ്ഞാനഞ്ചായതനം ഉപസമ്പജ്യ വിഹരതി. അതിനുശേഷം ആ 5ാമത്തെ ധ്യാനത്തെ അതിക്രമിച്ചുകൊണ്ട് ആ ഭിക്ഷു വിജ്ഞാനം അനന്തമാണ് എന്ന വിജ്ഞാനഞ്ചായതന ധ്യാനത്തിൽ എത്തി വിഹരിക്കുന്നു, അതായത് 6ാമത്തെ ധ്യാനം. ഇതും സംസ്കാരത്താൽ ഉണ്ടായതാണ്, ആഗ്രഹത്താൽ ഉണ്ടായതാണ്. അതിനാൽ ഇതും അനിത്യമാണ്, നിരോധധർമ്മമാണ് എന്ന് ആ ഭിക്ഷു കരുതുന്നു. അവിടെ ഇരുന്നുകൊണ്ട് ആ ഭിക്ഷു അർഹന്തനാവുന്നു. അല്ലെങ്കിൽ ആ ധർമ്മത്തിൻ്റെ രാഗം കൊണ്ട്, അതിൻ്റെ ആനന്ദം കൊണ്ട് ആ ഭിക്ഷു അനാഗാമിയായിട്ട് തീരുന്നു. ഈ ഒരു ധർമ്മവും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പുണിചപരം ഭിക്കു സബ്ബസോ വിജ്ഞാനഞ്ചായതനം സമതിഖമ നത്തി കിഞ്ചീതി അകിഞ്ചന്യായതനം ഉപസമ്പജ്യ വിഹരതി. അടുത്തതിന് ശേഷം ആ വിജ്ഞാനഞ്ചായതന ധ്യാനത്തെ അതിക്രമിച്ച് 7ാമത്തെ ധ്യാനമായിട്ടുള്ള നത്തികിഞ്ചി, അതായത് ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്ന അകിഞ്ചന്യായതനം എന്ന ധ്യാനത്തിലെത്തി വിഹരിക്കുന്നു. നേരത്തെ വിജ്ഞാനഞ്ചായതനം എന്ന് പറയുമ്പോൾ അനന്ത വിജ്ഞാനം, ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നത്തികിഞ്ചി, ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ആ ഭിക്ഷു അതിനെ ഇങ്ങനെ വിശകലനം ചെയ്യുന്നു: ഈ ഉപലബ്ധിയും സംസ്കാരങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്, ഇതും ആഗ്രഹത്തിനാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. അതിനാൽ ഇതും നിരോധധർമ്മമാണ്, ഇതും അനിത്യധർമ്മമാണ്. ആ രീതിയിൽ പ്രജ്ഞയോടുകൂടി അവിടെ തന്നെ നിൽക്കുന്ന സമയത്ത് ആ വ്യക്തി സോ തത്തഠിതോ ആസവാനം ഖയം പാപുണാതി, അവിടെ നിന്നുകൊണ്ട് ആ ഭിക്ഷു ആസവങ്ങൾ ക്ഷയിപ്പിക്കുന്നു, അതായത് അർഹന്തനായിട്ട് തീരുന്നു. എന്നുവെച്ചാൽ ആസവാനം ഖയം പാപുണാതി, അഥവാ ആസവക്ഷയം പരിപൂർണമായിട്ട് സംഭവിച്ചിട്ടില്ല എങ്കിൽ, അർഹന്തനായിട്ടില്ല എങ്കിൽ അതിൻ്റെ കാരണം തേനേവ ധമ്മരാഗേന തായ ധമ്മാനന്ദീയ പഞ്ചന്നം ഓരംഭാഗീയാനം സംയോജനാനം പരിഖായ ഓപപാതികോ ഹോതി. അർഹന്തനാകുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? ആ ധർമ്മത്തോടുള്ള രാഗം, ധമ്മരാഗേന, തേനേവ ധമ്മരാഗേന, ആ ധർമ്മത്തോടുള്ള രാഗത്താൽ തായ ധമ്മനന്ദീയ, ആ ധർമ്മത്തിൽ ആനന്ദിക്കുന്നത് കൊണ്ട് അവർ താഴെയുള്ള 5 ബന്ധനങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് അനാഗാമിയായിട്ട് തീരുന്നു. താഴെയുള്ള 5 ബന്ധനങ്ങൾ എന്ന് പറയുന്ന സമയത്ത് സക്കായ ദിട്ടി വിചികിച്ച ശീലബദ്ധ പരമാംസം കാമചന്തം വ്യാപാദം. സക്കായ ദിട്ടി എന്ന് പറയുമ്പോൾ ഞാൻ ശരീരമാണ് എന്നുള്ള തോന്നൽ, വിചികിച്ച എന്ന് പറയുമ്പോൾ സംശയം, ശീലബദ്ധ പരാമംസം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ശീലങ്ങൾ കൊണ്ടോ വ്രതങ്ങൾ കൊണ്ടോ മുക്തനാകും എന്നുള്ള തോന്നൽ, കാമചന്തം എന്ന് പറയുന്ന സമയത്ത് രാഗം, വ്യാപാദം എന്ന് പറയുന്ന സമയത്ത് ദ്വേഷം. ഈ 5 മാറ്റിക്കൊണ്ട് ആ വ്യക്തി അനാഗാമിയായിട്ട് തീരുന്നു. ആ അർഹന്തനായിട്ടുള്ള സമ്മാ സബ്മുദ്ധൻ ഈ ഒരു ധർമ്മത്തെയും മുക്തിക്കായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, അനുത്തരമായിട്ടുള്ള യോഗക്ഷേമത്തിനു വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. ഏതൊരു വ്യക്തിയും വളരെ ശ്രദ്ധയോടുകൂടി ദൃഢനിശ്ചയത്തോടുകൂടി പരിശ്രമിക്കുകയാണെങ്കിൽ ഈ അവസ്ഥ ആ ഭിക്ഷുവിന് കൈവരുക തന്നെ ചെയ്യും. അപ്പോൾ ഇതുവരെ ആയുഷ്മാൻ ആനന്ദൻ മുക്തിക്ക് വേണ്ടി 11 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. 4 രൂപധ്യാനങ്ങൾ, അതായത് 1ാമത്തെ, 2ാമത്തെ, 3ാമത്തെ, 4ാമത്തെ ധ്യാനം. അടുത്തത് 4 ബ്രഹ്മവിഹാരങ്ങൾ, മൈത്രി, കരുണ, മുദിത, ഉപേക്ഷ. ഇനി 3 അരൂപധ്യാനം, അനന്ത ആകാശം, അനന്ത വിജ്ഞാനം, നത്തികിഞ്ചി. ഇങ്ങനെ 11 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ അനാഗാമിയാകും, അല്ലെങ്കിൽ അർഹന്തനാകും എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ 1ാമത്തെ ധ്യാനത്തിൽ മാത്രം നിൽക്കുകയാണെങ്കിലും അപ്പോഴും നമ്മൾ അനാഗാമിയാവും, അർഹന്തനാകും. അല്ലെങ്കിൽ നമ്മൾ മൈത്രി മാത്രം ചെയ്യുകയാണ്, അപ്പോഴും അനാഗാമിയാവും, അർഹന്തനാവും. അല്ലെങ്കിൽ കരുണ, മുദിത, ഉപേക്ഷ, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ അർഹന്തനാകും, അല്ലെങ്കിൽ അനാഗാമിയാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ധ്യാനം കൊണ്ട് നമ്മൾ അർഹന്തനാകില്ല എന്ന് പറയുന്നവർ തീർച്ചയായിട്ടും ഈ സൂത്രം അവർ കേൾക്കണം. അവർക്ക് ഈ സൂത്രത്തെ നിങ്ങൾ അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ മൈത്രി കൊണ്ട് നമ്മൾക്ക് മുക്തി കിട്ടില്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ സൂത്രത്തെ അയച്ചു കൊടുക്കുക. അപ്പോൾ ആ ഗൃഹസ്ഥൻ ദശമ ആയുഷ്മാൻ ആനന്ദനോട് ഇങ്ങനെ പറഞ്ഞു:
ബന്ദേ ആനന്ദ്, ഒരു വ്യക്തി ഒളിഞ്ഞു കിടക്കുന്ന നിധിയിലേക്കുള്ള വാതിൽ അന്വേഷിച്ച് നടക്കുകയാണ്. പെട്ടെന്ന് അവർ ആ നിധിയിലേക്ക് കടക്കാനായിട്ട് 11 വാതിലുകൾ കാണുന്നു. അതുപോലെ ബന്ദേ ആനന്ദ്, ഞാൻ അമൃതത്തിനു വേണ്ടി അല്ലെങ്കിൽ നിബ്ബാണത്തിനു വേണ്ടി ഒരു വാതിലാണ് അന്വേഷിച്ചുകൊണ്ട് നടന്നത്. എന്നാൽ ഒരേ സമയത്ത് ഇപ്പോൾ 11 വാതിലുകൾ നിർവ്വാണത്തിനുമായി എൻ്റെ മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഉദാഹരണമായിട്ട് ഒരു വ്യക്തിക്ക് ഒരു വീടുണ്ട് എന്ന് കരുതുക. അതിൽ 11 വാതിലുകൾ ഉണ്ട് എന്ന് കരുതുക. ആ വീടിന് തീ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തി സുരക്ഷിതമായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു വാതിലിലൂടെ പുറത്തേക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഈ 11-ൽ ഏതെങ്കിലും ഒരു വാതിലിലൂടെ ഞാൻ അമൃതത്തിലേക്കുള്ള വഴി എനിക്ക് തുറക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് നിർവ്വാണത്തിലേക്കുള്ള വഴി തുറക്കപ്പെട്ടിരിക്കുകയാണ്. ബന്ദേ, ബാക്കിയുള്ള ധർമ്മത്തിലെ ഗുരുക്കന്മാർ അവർ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഫീസ് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ദക്ഷിണ ചോദിക്കാറുണ്ട്. എന്തുകൊണ്ട് ഞാനും ആയുഷ്മാൻ ആനന്ദന് ഒരു ദക്ഷിണ തന്നുകൂടാ? അപ്പോൾ ആ ഗൃഹസ്ഥനായിട്ടുള്ള ദശമൻ പാടലിപുത്രത്തെയും അതേപോലെ തന്നെ വേസാലിയിലെയും സംഘങ്ങൾക്ക്, ഭിക്ഷുസംഘങ്ങൾക്ക് വളരെ രുചികരമായിട്ടുള്ള പാകം ചെയ്ത ഭക്ഷണങ്ങൾ സ്വന്തം കൈകളാൽ അവർക്ക് കൊടുത്തു. രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങളാൽ അവരെ തൃപ്തിപ്പെടുത്തി. ദാനം എപ്പോഴും സ്വന്തം കൈകൾ കൊണ്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനാണ് ഏറ്റവും കൂടുതൽ ഫലം കിട്ടുക എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. എപ്പോഴും ദാനം കൊടുക്കുന്ന സമയത്ത് സത്കാരത്തോടു കൂടി കൊടുക്കണം, സ്വന്തം കൈ കൊണ്ട് കൊടുക്കണം, മൈത്രി ചിത്തത്തോടു കൂടി കൊടുക്കണം. അപ്പോഴാണ് ആ ദാനത്തിന് ഏറ്റവും കൂടുതൽ ഫലം കിട്ടുന്നത്. അതിനുശേഷം ആ ഗൃഹസ്ഥൻ ഓരോ ഭിക്ഷുക്കൾക്കും 2 വസ്ത്രം വീതം ഉപഹാരമായിട്ട് നൽകി. 3 വസ്ത്രം ആയുഷ്മാൻ ആനന്ദന് നൽകി. ആയുഷ്മാൻ ആനന്ദിന് വേണ്ടി 500-ൻ്റെ ഒരു വിഹാരം നിർമ്മിച്ച് നൽകി, അല്ലെങ്കിൽ ആശ്രമം നിർമ്മിച്ച് നൽകി. അട്ടക നാഗരസുത്തം നിഠിതം. നിബ്ബാണത്തിനു വേണ്ടിയുള്ള 11 വഴികളാണ് ഈ സൂത്രത്തിൻ്റെ ആധാരം. അതിനാൽ ഏതൊരു സാധകനും വളരെ പ്രേരണാജനകമായിട്ടുള്ളൊരു സൂത്രമാണ് ഇത്. ധ്യാനങ്ങളിലൂടെ ഒരിക്കലും മുക്തി ലഭിക്കില്ല. ബ്രഹ്മവിഹാരത്തിലൂടെ അല്ലെങ്കിൽ മൈത്രിയിലൂടെ നമ്മൾക്ക് ഒരിക്കലും മുക്തി ലഭിക്കില്ല എന്ന് പറയുന്നവർക്ക് തീർച്ചയായിട്ടും ഈ സൂത്രം ഫോർവേഡ് ചെയ്യുക. കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അല്പസമയത്തേക്ക് പുണ്യവിതരണം അഭ്യസിക്കാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വ പ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വ പ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വ പ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.